ഓയൂരിൽ നിന്ന് അബിഗേളിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. വീട്ടിൽ നിന്ന് ട്യൂഷന് പോയതാണ് അബിഗേൾ എന്ന 6 വയസ്സുകാരി, കൂടെ ജോനാഥൻ എന്ന സഹോദരൻ 8 വയസ്സുകാരൻ. അവിടെ വെച്ച് കുട്ടിയെ ഒരു കാറിൽ വന്നവര് രണ്ടുപേരും തട്ടിക്കൊണ്ടാൻ ശ്രമിച്ചു. അബിഗേളിനെ മാത്രം അവർക്ക് കിട്ടി. മറ്റേ കുട്ടി അവിടെ നിന്ന് പിടിപിടിച്ച് റോട്ടിൽ ചാടി. എന്തായാലും അതിനുശേഷം 3-ാം ദിവസം കുട്ടിയെ നമുക്ക് കൊല്ലം ആശ്രമം മൈതാനത്ത് നിന്ന് കിട്ടി. ഉച്ചയ്ക്ക് 1:30 അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയി. പണസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ എന്ന് പത്മകുമാർ എന്ന 1-ാം പ്രതിയും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയും 21 വയസ്സുള്ള കുട്ടിയാണ്. അവരുടെ ചാത്തന്നൂരുള്ള മമ്പള്ളി കുന്ന് വീട്ടിൽ നിന്നാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. ഈ കുട്ടിയുടെ പിതാവ് റിച്ചി, അതുപോലെ മാതാവ് സിച്ചി, അവര് കേരളത്തെ ആ മാതാപിതാക്കളുടെ കണ്ണീര് കണ്ട് നമ്മളെല്ലാം രാപകല് ആ കുട്ടിയെ കിട്ടുന്നിടം വരെ പോലീസിന്റെ ഒപ്പവും നാട്ടുകാരുടെ ഒപ്പവും കേരളം മുഴുവൻ ഒത്തുചേർന്ന സംഭവം നമുക്കറിയാം. റോഡ് മുഴുവൻ തട്ടിക്കൊണ്ടുപോയിട്ട് അധിക ദൂരം കുട്ടി പോയില്ല എന്ന് പോലീസ് കണ്ടെത്തി, നാട്ടുകാരും കണ്ടെത്തി. അതുകൊണ്ട് ആ ജില്ല മുഴുവൻ രാവും പകലും കാറുകൾ പരിശോധന തുടങ്ങി, വീടുകൾ പരിശോധന തുടങ്ങി. പിടിവിട്ടുപോയി എന്ന് പ്രതികൾക്ക് തോന്നിയതുകൊണ്ടാവാം കുട്ടിയെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ചു പോയത്. ഈ സംഭവത്തിന്റെ ഓരോ നുറുങ്ങുകളും നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിച്ച ഒരു ദിവസമായിരുന്നു അത്. ആ കുട്ടിയെ ജീവനോടെ ലഭിക്കണം. എന്തായാലും പോലീസിന്റെ സമയോചിതമായ നിതാന്തമായ ജാഗ്രതയും ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും മൂലം കുട്ടിയെ നമുക്ക് ജീവനോടെ അവരുടെ മാളത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് ആ കുട്ടിയെ ആശ്രമ മൈതാനത്തിൽ നമുക്ക് ലഭിച്ചു. അതിന്റെ സംഭവ വിവരങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പൊ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി. ആ കേസിലെ പ്രതിയായ പത്മകുമാറിന് ഭാര്യ അനിതയ്ക്കും മകൾക്കും എതിരായി കുറ്റചാർജ് തയ്യാറാക്കി. ഏതായാലും 90 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റചാർജ് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസായിരുന്നു അത്. അവിടെ ആ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് MM ജോസ് എന്ന DYSP ആണ്. നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ് അദ്ദേഹം ഈ കേസിന്റെ തുടക്കം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ADGP ഉൾപ്പെടെയുള്ള ആൾക്കാർ രാവും പകലും 3-4 ദിവസം ഈ കേസിന്റെ ഓരോ നൂലാമാലകളും കീറി പരിശോധിച്ച് കൊച്ചിനെ ജീവനോടെ കണ്ടെത്തിയത് എല്ലാം കേരള പോലീസിനെ എല്ലാവരും അഭിനന്ദിച്ചു ആ ദിവസം. കാരണം സുദീർഘമായ സേവനമാണ് കേരള പോലീസ് നടത്തിയത്. ഇന്നും അത് ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം കൊച്ചിനെ ജീവനോടെ കിട്ടിയതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. ആ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ അത് കുറ്റചാർജ് കൊടുത്തിരിക്കുന്നു. ഏകദേശം 72 ദിവസം അല്ലെ 74 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ അന്വേഷണം ഏറ്റെടുത്ത DYSP അദ്ദേഹവും ഏകദേശം 13ഓളം ആൾക്കാരും ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് അവർ ചെയ്ത കുറ്റങ്ങൾ ആ കുറ്റചാർജിനകത്ത് പറഞ്ഞിരിക്കുന്നത് 364A പണം തട്ടിയെടുക്കാൻ വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് 364A ഇട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഗുരുതരമായ കുറ്റത്തിലൊന്നാണ്. കൊലപാതകം പോലെ തന്നെയുള്ള കുറ്റം തന്നെയാണ്. ഒരു കൊച്ചിനെ, ജീവനോടുള്ള കുഞ്ഞു കൊച്ചിനെ പണസമ്പാദനം തട്ടിക്കൊണ്ടുപോയും പിന്നീട് കൊലപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം കുട്ടിയെ നമുക്ക് ജീവനോടെ കിട്ടിയത് ഭാഗ്യം. 364A പണിഷ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, തൂക്കിക്കൊല. 3 പേരെയും തൂക്കിക്കൊല്ലേണ്ടി വരും. ആ പണിഷ്മെന്റ് അങ്ങനെയാണ്. കുട്ടിയെ നമുക്ക് ജീവനോടെ കിട്ടി, ഒരു കൊലപാതകമല്ല. ആ അറിവില്ലാത്ത കൊച്ചുകുട്ടികളെ 6 വയസ്സുള്ള കുട്ടിയെ അബിഗേളിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തൂക്കിക്കൊലയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും പത്മകുമാറിനും ഭാര്യയ്ക്കും മകൾക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ്, അവർക്കൊരു ജീവപര്യന്തമെങ്കിലും ഈ കേസിനകത്ത് ഉറപ്പായി.
അതിന് മാറ്റമില്ല. ഏത് കൊലകമ്പൻ വക്കീലന്മാരെയും കൊണ്ടുവന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം തെളിവ് ശക്തമാണ്, സാക്ഷികളും അതുപോലെയുണ്ട്. കുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കിടത്താൻ ഒരു ശ്രമം ഉണ്ടായി, കാര്യം നടന്നില്ല. കാരണം അവർ തന്നെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഓയൂരെ ഓട്ടുമല വീട്ടിൽ നിന്നാണ് കുട്ടി, വീടിന്റെ പരിസരത്ത് ട്യൂഷന് പോയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഈ കേസിനകത്ത് 160ഓളം സാക്ഷികളെ പറഞ്ഞിട്ടുണ്ട്. 150 തൊണ്ടി മുതലുകളുണ്ട്. ഇതിനകത്ത് ക്രൂഷ്യൽ എവിഡൻസിന് വേണ്ടി ലാപ്ടോപ്പ് ഉണ്ട്. ആ കുട്ടിയെ ഒരു ലാപ്ടോപ്പ് കാണിച്ചിരുന്നു, ലാപ്ടോപ്പ് ഉണ്ട്. അതുപോലെ 150 ലാപ്ടോപ്പിന്റെ ഒപ്പം തന്നെ മൊബൈൽ ഫോണുണ്ട്, CCTV ദൃശ്യങ്ങളുണ്ട്. എല്ലാം ഡയറക്റ്റ് എവിഡൻസുകളാണ്. IT നിയമത്തിലെ നിയമം അനുസരിച്ച് ഇതെല്ലാം ഡയറക്റ്റ് എവിഡൻസ് ആണ്, ഇൻഡയറക്റ്റ് എവിഡൻസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇംപ്രിസ്മെന്റ് 3 പേർക്കും ലഭിക്കും. അവർ കോടതിയിൽ കുറ്റം സമ്മതിക്കും എങ്കിൽ അതിന്റെ ശിക്ഷ കോടതി പരിഗണിച്ചോളും. കുറ്റസമ്മതം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അവർക്ക് എന്തായാലും ഇനി ജാമ്യം കിട്ടില്ല. ഇനി ശേഷിക്കുന്ന കാലം കുറ്റം ട്രയൽ നടത്തി കുറ്റം തെളിഞ്ഞ് അവരെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുറം ലോകം കാണില്ല. 10-20 വർഷത്തേന്, ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തേനെങ്കിലും 3 പേർക്ക് കിട്ടും. 51 വയസ്സുണ്ട് ഇതിനകത്ത് പത്മകുമാറിന്, മാർക്ക് 21 വയസ്സേ ഉള്ളൂ. അവർ 3 പേരും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ തന്നെ കടന്നുപോയി. ബാക്കിയുള്ള വിവരങ്ങൾ നമുക്കറിയത്തില്ല. അവരുടെ കുറെ കാര്യങ്ങൾ വെളി വരാനുണ്ടെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും പ്രതികളെ കസ്റ്റഡി എടുക്കുമ്പം അവിടെ ഒരു ഫാം ഹൗസ് ഇവർക്ക് വീടിനടുത്ത് തന്നെയുണ്ട്. 3-4 ഏക്കറുള്ള ഫാം ഹൗസിനകത്ത് പോലീസ് പരിശോധിച്ചു. പഴയൊരു വീട് അതിനകത്തുണ്ട്, കുളമുണ്ട്. അവിടെ കുറെ അധികം പാവകൾ കിടക്കുന്നത് നമ്മൾ കണ്ടു. കുട്ടികൾക്കുള്ള പാവകൾ, കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ കിടക്കണം. അതിനൊന്നും ഒരു അർത്ഥം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അത് എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങൾ അതേപ്പറ്റി പ്രത്യേകം അന്വേഷിക്കണമെന്ന് നമ്മളെ പോലുള്ളവർ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ആ സ്ഥലം മുഴുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു വീണ്ടും. എന്തായാലും കുറ്റച്ചാർജ് കൊടുത്തു, ട്രയൽ ആരംഭിക്കുകയാണ്. വളരെ കൃത്യനിഷ്ഠയോടുകൂടി പോലീസ് ആ പ്രോസിക്യൂഷൻ നടത്തും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ട്രയല് നമുക്ക് ദർശിക്കാം, ഇതിന്റെ ട്രയൽ കാണാം. ഇന്ത്യയിലെ ഗുരുതരമായ കുറ്റം, കൊലപാതകത്തോടൊപ്പം തന്നെ ഗുരുതരമായ കുറ്റമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ കുറ്റം കോടതി തെളിയുമെന്ന് കരുതുന്നു. കോടതിയിലെ കർക്കശമായ ശിക്ഷ കോടതി ഇവർക്ക് കൊടുക്കുമെന്നും കരുതുന്നു.